ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചക്ക റെസിപ്പി ആയിട്ടാണ് വന്നത്. 2021 ആദ്യത്തെ ചക്ക റെസിപ്പി ആയിട്ടോ. കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ ചക്കനെ കൊണ്ടുള്ള റെസിപ്പി ഉണ്ട്. അത് പലതും ട്രെൻഡിങ്ങിലുമാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ അയക്കാനായിട്ട് കൊടുക്കാം. നിങ്ങൾ കണ്ടു വെക്കും ആ ചക്ക റെസിപ്പീസൊക്കെ. ചക്കച്ചവടീനെ കൊണ്ടുള്ളൊരു വട വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ചക്ക വറുത്തതിൻ്റെ റെസിപ്പിയാണ്. ചക്ക വറുത്തത് നിങ്ങൾക്കൊക്കെ പരിചയമായിരിക്കും, പക്ഷെ അതിന്റെ ഒരു ടെക്നിക്ക് വഴിയാണ് ഞങ്ങൾ അത് ഉണ്ടാക്കിയത്. ഈ ഒരു ചക്ക വറുത്തതെന്നുണ്ടെങ്കിൽ കുറെ കാലം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് ആ ചക്ക വറുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അല്ലേ. അപ്പം ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ടെക്നിക്ക് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതല്ല കേട്ടോ, നമ്മൾ ഒരു റെസിപ്പി കട എടുക്കുകയാണ്. നമ്മൾ സ്വന്തം മേമേൻ്റെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മേമനെയും പരിചയപ്പെടാം, വീഡിയോയിലേക്കും പോവാം. ഞാൻ മനോജ് കുമാർ. വെൽക്കം ടു ഡെസ്റ്റിനീസ്. അപ്പോൾ ഞങ്ങൾ രശ്മിൻ്റെ വീട്ടിലാണല്ലോ കേട്ടോ. രശ്മിൻ്റെ മേമയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെഫ്. അപ്പം അവരുടെ കയ്യിൽ നിന്നാണ് അച്ഛനേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ചക്കേൻ്റെ റെസിപ്പി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. നമ്മളെ ബാക്കിൽ കണ്ടോ എല്ലാവരും സെറ്റപ്പാണ്, ചക്കേൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ചക്കേൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ പറഞ്ഞവർ ഇപ്പോൾ ചക്ക പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മെയിൻ ഷെഫ് മേമയാണ്. മേമ പറയും ഇതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്. ചക്ക അരിയാൻ വേണ്ടി ഞങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അരിയുന്നതാണ്. ലേശം ഒരു സഭാകമ്പം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ നല്ല നമ്മള് ശരിക്കും ക്യാമറ ഓൺ ആക്കില്ല എന്ന് പറയണേ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെ ആക്കണതിന് മുന്നേ ഉള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് നിങ്ങളത് കണ്ടുവരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. നല്ലൊരു മൂത്ത ചക്കയാണ് കേട്ടോ നമ്മൾ ഈ ചക്ക വറുത്ത ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ചക്ക വെട്ടുന്നത് കണ്ടില്ലേ, ഇത് എളുപ്പത്തിൽ ചക്ക ക്ലീൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ പുറമേ കൂടെ കറക്റ്റായിട്ട് തോല് പൊളിച്ചതിന് ശേഷം ചക്ക എന്ത് വെച്ചാൽ നടുഭാഗമായിട്ട് വെട്ടും. അതിനുശേഷം ഈ സൈഡിലുണ്ടല്ലേ ഇങ്ങനെ കൊത്തി ഈ ചുളയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അതിനുശേഷം ഓരോ ചുളയും അതിൻ്റെ ചവണിയും കുരുവൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കാൻ ചെയ്യണം കേട്ടോ. ഇവിടെ എല്ലാവരും ചക്കേൻ്റെ ചുള ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ. ഇപ്പോൾ ക്ലീൻ ചെയ്ത ചക്കച്ചുള ഇവിടെ റെഡിയാണ്. നമുക്കത് നീളത്തിൽ അരിഞ്ഞെടുക്കണം. കണ്ടോ, ഇതേമാതിരി കറക്റ്റായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ഈ ചക്ക വറക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞ് ചക്ക ഇതാ വറക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ചെടുത്തിട്ട് വറക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം. മെയിൻ പരിപാടിയിലേക്ക് കടക്കാണ്. കുറച്ചിട്ടാതി മഞ്ഞപ്പൊടി ഇടാൻ പോവാണേ. അടുത്തതാ മഞ്ഞപ്പൊടി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ തുള്ളി വെള്ളം ആവാൻ പാടില്ല കേട്ടോ. നീ കുഴക്കണേ.
സത്യം പറഞ്ഞാൽ അതിന്റെ മെയിൻ സീക്രട്ട് അല്ലേ? വെള്ളം തീരെ വെള്ളമാവേ വെള്ളം ആ ഒരു ഉപ്പ് നമ്മളെ ചക്ക ഇപ്പോൾ വറക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കണ സെഷനിലേക്ക് കിടക്കാം. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വിറകടുപ്പിൽ. അപ്പോൾ വിറകടുപ്പിൽ നമ്മൾ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ചക്ക ഇടാൻ പോവാണ്. കുറേശ്ശെ ഇടണം അല്ലേ? ഒന്നിച്ചിടാൻ പാടില്ല, കുറേശ്ശെ ഇളക്കി എടുക്കണം. വലിയ പാത്രം എന്തെങ്കിലും ഞെക്കി വെക്കണേ ആയോന്ന് അറിയാനേ? അതുപോലെ ആവുന്നു. അതുപോലെ ആവാൻ വേണ്ടി കൂട്ടം കൂടി നല്ല വേവ് ഉണ്ടാവില്ല. ടിപ്സൊക്കെ പറഞ്ഞു കിട്ടും നമ്മളെ കാണുന്ന ആൾക്കാർക്ക്. എന്തൊക്കെയാ ചെയ്യണ്ടേന്നുള്ളത്. ഒന്നാമത്തെ ടിപ്പ് ഉണ്ടെങ്കിൽ വെള്ളം കൂട്ടാതെ വെള്ളം അധികം നേരം തേച്ച് വെക്കരുത്. വെള്ളം തൊടിക്കുകയും ചെയ്യരുത്. ഉപ്പിട്ട വെള്ളം വരുന്നു. കഴുകണ്ട, ചക്ക നന്നായി കഴിഞ്ഞാൽ കഴുകണ്ട. അതേപടി തന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിരുമ്മിട്ട് എടുക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ വറുക്കാൻ തുടങ്ങാം. അതായത് നമ്മളെ തേക്കിനെ മുന്നേ തന്നെ വറുക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേണം തിരുമാൻ തുടങ്ങുന്നത്. നമുക്ക് അപ്പം തന്നെ തേക്കാൻ വറുത്ത് തുടങ്ങിയാൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ അത് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇതിങ്ങനെ കൂട്ടം കൂടി വെതുക്കരുത്, വേറിട്ട് നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത്ര എളുപ്പമല്ല. അത്ര ക്രിസ്പി ആയി കിട്ടണ കുറച്ച് പണിയുണ്ട്. സൗണ്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആയി തുടങ്ങാനാവുന്നുണ്ട്. കുറച്ചിട്ട് ആക്കിയാൽ വേഗം വേഗമാവും. നല്ല പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും അല്ലേ? ഒരുമിച്ച് ഇങ്ങനെ വെട്ടിടാൻ പറ്റും. വാങ്ങാൻ പോവാന് തിന്നു നോക്കിയത് എങ്ങനെയാണെന്ന് അറിയില്ല. വിളക്കുമ്പോൾ അതിന്റെ സൗണ്ടൊക്കെ മാറി തുടങ്ങി അല്ലേ? സൗണ്ട് മാറി ആയിട്ടുള്ളതിന്റെ ഒരു സൗണ്ടൊക്കെ വന്നു തുടങ്ങി. കേട്ടില്ലേ സൗണ്ട്? നല്ല കേട്ടോട്ടല്ലേ? ഇത് നേരത്തെ എടുത്തിട്ട് ചൂടാറിയുണ്ട്. സൗണ്ട് എപ്പോഴും കുറവില്ല കേട്ടോ. ചൂട് മാത്രമേ അറിയുള്ളൂ. സൗണ്ടും ക്രിസ്പിനെസ്സും പോയിട്ടില്ല. ഇനി കഴിച്ചോക്കാം. ചൂടാറി വരുന്നതിനനുസരിച്ച് ക്രിസ്പിനെസ് കൂടി വരിക ചെയ്യുന്നത്. ചൂടാറി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ ചക്ക വറുത്തത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റായിട്ടുണ്ട്. സൗണ്ട് കേട്ടില്ലേ? ആ ക്രിസ്പിനെസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് പോയിട്ടൊന്നുമില്ല. നമുക്കൊരാഴ്ച വരെയൊക്കെ നല്ലോണം, ഒരാഴ്ചയല്ല ഒരു മാസം വരെയൊക്കെ ഈ ഒരു ക്രിസ്പിനെസ്സിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മെയിൻ ട്രേഡ് സീക്രട്ടൊക്കെ ഇപ്പോൾ മേമ പറഞ്ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ ഒന്നുകൂടി പറയും മേമ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയും. വെള്ളമാവരുത്, വെള്ളം തീരാവരുത്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പെട്ടെന്ന് തന്നെ വറുക്കുകയും ചെയ്യാം. മറ്റു വെള്ളം വലിഞ്ഞ് അത് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടൂല. അതാണ് മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത്. പിന്നെ ആ വറക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കുറേ നേരം എടുത്ത് കുറച്ച് സമയം എടുക്കണം. കുറച്ച് വലിയ പാത്രമാണെങ്കിൽ കുറച്ച് വലിയ കുഴപ്പമില്ല. പക്ഷേ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമ്മളതിൽ കുറച്ച് നേരം ഇങ്ങനെ അത് കൂട്ടം കൂടി വരാതെ പതുക്കെ ഇളക്കി കൊടുത്ത് ആ ക്രിസ്പി ആവുന്നവരിങ്ങനെ ഇളക്കിയെടുക്കണം. അതാണ് അതിൻ്റെ മെയിൻ സീക്രട്ടുകൾ. അതുകൊണ്ട് ചക്ക വറുത്തത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായമൊക്കെ പറയുക അല്ലേ? അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.